എല്ലാരും പ്രചരിപ്പിക്കുന്ന ഒരു പ്രചരണമാണ്. നമ്മളൊക്കെ മനസ്സിൽ കയറിയ ഒരു സാധനം കൂടിയാണ്. ശരീഅത്ത് പൂർത്തിയായിട്ടല്ലേ തരീഖത്ത്. എപ്പോഴാണ് ഒരു ശരീഅത്ത് പൂർത്തിയാവുക? അങ്ങനെയാണ് എങ്കിൽ ഇസ്ലാമിന്റെ നിയമപ്രകാരം അതും നമുക്ക് ആദ്യം പഠിപ്പിച്ചതിന്റെ ഒരാളെ ശരീഅത്ത് പൂർത്തിയായപ്പോഴാണ്? ഈ നിസ്കാരം പഠിച്ചു കഴിയുമ്പോഴാണോ, അതല്ല ഹജ്ജ് പഠിച്ചു കഴിയുമ്പോഴാണോ, അല്ലെ ഹജ്ജ് ചെയ്ത് കഴിയുമ്പോഴാണോ, നിസ്കാരം ചെയ്ത് കഴിയുമ്പോഴാണോ, അല്ലെ ഇവിടെ രചിക്കപ്പെട്ട കിതാബുകളൊക്കെ അപ്പൊ ഏത് കിതാബെന്ന് കണ്ടീഷൻ വെക്കണം. തോഫവരെ ഓതി കഴിയുമ്പോഴാണോ? എപ്പോഴാണ് ഈ ശരീഅത്ത് പൂർത്തിയാവുക എന്ന് ആദ്യം പഠിപ്പിക്കണ്ടേ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് അവന്റെ ശരീഅത്ത് തുടങ്ങുക? പ്രായപൂർത്തിയാവുമ്പോ അല്ലെ? അതിന് വാപ്പാനും മനക്കുള്ള അപ്പൊ ശരീഅത്തിൽ ഇല്ലാന്നല്ല, ഒരു വ്യക്തി എന്ന നിലക്ക് സ്വന്തത്തിലേക്ക് തുടങ്ങൽ എപ്പോഴാണ്? അവന് പ്രായപൂർത്തിയായത് മുതൽ അവന് തുടങ്ങി. എപ്പോഴത് അവസാനിക്കുക? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തുടങ്ങുന്നത് പ്രായപൂർത്തിയായത് മുതലാണ് എങ്കിൽ എപ്പോഴാണ് ഒരാളെ ശരീഅത്ത് പൂർത്തിയാകുക എന്നുള്ളത് ഈ പറയുന്ന ആൾക്കാരൊന്ന് പറഞ്ഞു തരുന്ന. ശരിക്ക് ഓ മരിച്ചതിന് വരെ ശരീഅത്തിനില്ലേ? ഇപ്പൊ ഇന്നത്തെ ദിവസം പൂർത്തിയായി, ആ സുബൈക്ക് വീണ്ടും നിസ്കാരം തുടങ്ങണ്ടേ? വീണ്ടും ആ ചെയ്യാറിലൊക്കെ ചെയ്യണ്ടേ? ദുഹറും മസറും മഗ്‌രിബും ഇശാവും ഒക്കെ നിസ്കരിച്ച് സുന്നത്ത് നിസ്കരിച്ച് സക്കാത്ത് കൊടുത്ത് ഹജ്ജ്, ഇത് മരിച്ചോളം ശരീഅത്തിനല്ലേ? ഇനി മരിച്ചു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യാൻ നാട്ടുകാർക്ക് ബാക്കിയുണ്ട്. എന്ത് കുളിപ്പിച്ചണം, നിസ്കരിച്ചണം, മറയണം, അതും ശരീഅത്തല്ലേ? ഇതിന്റെ കബറ് കൊണ്ടുവച്ചിട്ടാണോ ത്വരീഖത്ത് വാങ്ങുക?